ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് വിശ്വാസം ചിലപ്പോൾ കുറവുണ്ടാവും. മറ്റുള്ളവരിലുള്ള വിശ്വാസം കുറവുണ്ടാവും. എപ്പോഴും കമ്പയർ ചെയ്യുന്ന കാരണം കുറവുണ്ടാവും. അപ്പോൾ ഇത് മെയിൻലി കാണാൻ എവിടെയെന്നറിയോ, ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്താണ്. അപ്പോൾ നമ്മളൊരു കോളേജിലാവുമ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയില്ല പഠനത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ അപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോലി കിട്ടിയാൽ എനിക്ക് ഈ പൈസ മുഴുവൻ റിട്ടേൺ കിട്ടുമല്ലോ എന്നാണ്. അതേസമയം നമുക്കറിയാം ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈവൻ കോളേജ് കഴിഞ്ഞാലും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോബിൽ ഉറച്ചു നിൽക്കാനോ കണ്ടുപിടിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊരു ഫാൻസി ഫോണോ ഒരു നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനോ വേണ്ടിയിട്ട് പൈസ ചിലവാക്കാൻ അവർ രണ്ടാമതൊന്നും ചിന്തിക്കുക പോലുമില്ല. അതേസമയം അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒന്നുകിൽ ഒരു കോച്ചിനെ ഹയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് എടുക്കുക, പുതിയൊരു സ്കില്ല് പഠിക്കുക, ഇതിലൊക്കെ വരുമ്പോഴത്തേനും 100 തവണ ചിന്തിക്കും. അപ്പോൾ വലിയ അക്കൗണ്ടന്റ്മാരായി മാറും എല്ലാവരും. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് അവർ കൊടുക്കുന്ന വില എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ എത്രയോ പൊട്ടൻഷ്യലാണ് അവർ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിൽ തന്നെയാണ് നടത്തേണ്ടത്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ കിട്ടുന്ന ROI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷനാണ്, അറ്റ്ലീസ്റ്റ് ഒരു ബെറ്റർ വേർഷനാണ് നമ്മൾക്ക് കിട്ടുന്ന ROI എന്ന് പറയുന്നത്.